4 ജീവിതങ്ങൾ, 4 സ്വഭാവക്കാർ, 4 മേഖലകളിൽ ജോലി ചെയ്തവർ. അപരിചിതരുടെ 4 സംഘത്തെ ഒത്തുചേർത്ത് കർത്താവ് ഒരു കൂടാരത്തിനു കല്ലിട്ടു. പലവിധ അവസ്ഥാന്തരങ്ങളിലൂടെ അതൊരു മനോഹര സൗധമായി. വിളി കേട്ട് നടന്നു തീർന്ന വഴികളെ ഓർത്തെടുക്കുകയാണ് കർത്താവിൻ്റെ മണവാട്ടികൾ. ആയിരത്തി 1989 നവംബർ മാസം അവസാനം എൻ്റെ അയൽപക്കത്തുള്ള ഒരു പെൺകുട്ടി, അവളന്ന് ധർമ്മഗിരി ഹോസ്പിറ്റലിൽ, കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നൊരു സമയമായിരുന്നു. അത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ധർമ്മഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നായ്ക്കമ്പറമ്പച്ചൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരു ധ്യാനം നടത്തി. ഒരാഴ്ചത്തെ ധ്യാനമായിരുന്നു. ഞാൻ ധ്യാനത്തിനകത്ത് 6 വർഷം തളർന്നു കിടന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരു സിസ്റ്റർ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് നടന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അവൾ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു, ഭയങ്കര അത്ഭുതം, എല്ലാ മനുഷ്യരും അത് ശ്രദ്ധിച്ചു, ആളുകളെല്ലാം അങ്ങനെ വരുന്നുണ്ട്, ഞാനത് കണ്ടതാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. പക്ഷേ അവൾ എന്നോട് അങ്ങനെ കള്ളം പറയാൻ വഴിയില്ല, എനിക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല. അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അടുത്ത മാസത്തിൽ വീണ്ടും ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ഒന്ന് വന്ന് നോക്ക്, അതപ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവൾ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ധ്യാനം നടക്കുന്ന സമയത്ത് അവിടെ ഒന്ന് ചെല്ലാനായിട്ട് തീരുമാനിച്ചു. വീട്ടിൽ അനുവാദം വാങ്ങിച്ച് ഞാൻ പിറ്റേ ദിവസം പോകാനൊരിക്കുന്നു. അപ്പോൾ തലേദിവസം ഞാൻ വീട്ടിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നായ്ക്കമ്പറമ്പച്ചനെയും പനക്കിലച്ചനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നായ്ക്കമ്പറമ്പച്ചൻ്റെ സ്വരം, പ്രസംഗിക്കുന്ന സ്വരം ഞാൻ വ്യക്തമായിട്ട് കേട്ടു. പെനിട്രേറ്റിംഗ് വോയിസ് ആയിരുന്നു. അതെൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ പനക്കിലച്ചനെ ഞാൻ കണ്ടു, ആ രൂപവും എല്ലാം ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഇത് ഏതാ ഈ അച്ഛന്മാരെ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ നേരം എടുത്തിട്ടും അതെൻ്റെ ചിന്തയിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള വ്യവസ്ഥയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ധർമ്മഗിരി ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ ഈ നായ്ക്കമ്പറമ്പച്ചൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം അപ്പോൾ ആ സമയത്ത് അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ പുറത്തേക്ക് വെച്ചിരുന്നത് കൊണ്ട് മുറ്റത്തുമൊക്കെ ഈ സ്വരം കേൾക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് ഞാൻ രാത്രിക്ക് കേട്ട സ്വരം തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ ഈ സ്വരത്തിൻ്റെ ഉറവിടം തേടി സ്റ്റെപ്പ് കയറി ഞാൻ ഈ ധ്യാന ഹാളിൽ ചെന്നെത്തി. അപ്പോൾ ആ ധ്യാന ഹാളിനൊരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ നിറച്ച് സിസ്റ്റേഴ്സ്, നേഴ്സസും മറ്റു ആളുകളൊക്കെ ആയിട്ട് നിറച്ച ആളുകളുണ്ട്. അച്ഛനിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വന്നിങ്ങനെ ഭിത്തിയെ ചാരി നിന്നു. ഭിത്തിയെ ചാരി ഞാൻ ഈ അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയാണ് അച്ഛൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് അച്ഛൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങും, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഔഷധമില്ലാതെ രോഗശമനം, ചികിത്സയ്ക്കതീതമായ രോഗസൗഖ്യങ്ങൾ, കേട്ടതെല്ലാം വാമൊഴികളായ ചില കെട്ടുകഥകൾ മാത്രമാണെന്ന ധാരണയിലാണ് വചനപ്രഘോഷണ വേദിയിലേക്ക് നടന്നു കയറിയത്. പരിശുദ്ധാത്മാവിൻ്റെ പേര് ശ്രവിച്ചതേ ഉള്ളിൽ കുമിഞ്ഞുകൂടിയതെല്ലാം കെട്ടുപൊട്ടിച്ച് പുറത്തേക്കൊഴുകി. ദൈവവിചാരത്തിൻ്റെ പുതിയ തലം തേടി ധ്യാനാനുഭവത്തിലേക്ക് ഉൾച്ചേരുവാനായി തുടർ ശ്രമം. അപ്പം ധ്യാനം കൂടാനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ധ്യാനമോ പോട്ടാശ്രമോ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഏതായാലും അവരെന്നോട് പറയുന്നത് അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറായി. വഴിയൊക്കെ അവരെനിക്ക് എഴുതി തന്നു. ഞാൻ ജോലി ചെയ്യുന്ന സമയമായിരുന്നതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കണം ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അതിനുള്ളൊരു അവസരം പാർത്ത് ഞാനിരുന്നു. അവസാനം ജനുവരി 26-നോടനുബന്ധിച്ചുള്ള കുറച്ച് ദിവസങ്ങൾ എനിക്ക് ലീവ് കിട്ടി. ഞാൻ പോട്ടാശ്രമത്തിൽ ചെല്ലുന്നു. അവിടെ നായ്ക്കമ്പറമ്പച്ചനെ ഞാൻ കണ്ടു. അപ്പോൾ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ശ്രീദേവി ഇവിടെ ഉണ്ടായിരുന്നു. അവർ വഴി ഞാൻ പനക്കിലച്ചനെ നായ്ക്കമ്പറമ്പച്ചനെ ഏൽപ്പിച്ചു കൊടുത്തു.
അങ്ങനെ പനക്കിലച്ചനെ കാണാനിടയായി. അന്ന് അവിടെ താമസിക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി തന്നു. പിറ്റേ ദിവസം സുപ്പീരിയർ അച്ഛനെ കണ്ടുകൊണ്ട് ഒരാഴ്ച അവിടെ താമസിക്കാനുള്ള പെർമിഷൻ മേടിക്കാൻ പറഞ്ഞു. സുപ്പീരിയർ അച്ഛനെ പോയി കാണണമെന്ന് പനക്കിലച്ചൻ എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി. കാരണം സൈക്കാട്രിസ്റ്റായിട്ടുള്ള അച്ഛനെ കാണുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് ചില മാനസിക പ്രോബ്ലം ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. അവരെല്ലാം കുടുംബത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം വെറും മായയാണെന്നും മിഥ്യയാണെന്നും ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ലെന്നുമാണ് ഞാൻ കരുതിയിരുന്നത്. അത് ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരെന്നോട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയതുമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. പക്ഷേ അന്ന് അദ്ദേഹം അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛനൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് സംസാരിച്ച് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, നിന്നോട് എനിക്ക് സംസാരിക്കാൻ ഞാൻ പഠിച്ച ശാസ്ത്രത്തിനൊന്നും നിനക്ക് ഉത്തരം തരാനായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഞാൻ എഴുതി തരാം, അതിന് നീ ഉത്തരം തന്നാൽ മതി. അങ്ങനെ അച്ഛൻ എനിക്ക് ഒരു ബുക്കിൽ കുറച്ച് ചോദ്യങ്ങൾ എഴുതി തന്നു. പെട്ടെന്ന് ഉത്തരം എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചോദ്യങ്ങളെല്ലാം വായിച്ചു, അതിന് കൃത്യമായി മറുപടി കൊടുത്തു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഉത്തരം പറയാനായിട്ടില്ല. നിന്നെ പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരും. ദൈവത്തിൻ്റെ അരൂപിക്കുകയാണ് നിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു 3 വർഷം. വാസ്തവത്തിൽ അച്ഛൻ ഞെട്ടിപ്പോയി. 3 വർഷമായി ഒരു പെൺകുട്ടി? അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 19 വയസ്സിലാണോ നീ കുമ്പസാരിച്ചത്? ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, ഏതാണ്ട് 19 വയസ്സ് കഴിഞ്ഞ് ആ സമയത്താണ് കുമ്പസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നീ ഇത്രയും നാളും കുമ്പസാരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, കർത്താവിനെ പറ്റിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്. അതെന്താണ്? ഞാൻ ആവർത്തിച്ച് കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യല എന്നും തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത്. ഞാൻ കുമ്പസാരത്തിൽ ഈ പാവങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയുന്നുണ്ട്. ഏറ്റുപറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്താണോ ഏറ്റുപറഞ്ഞ് അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി ഞാനത് ആവർത്തിക്കും. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, കർത്താവിനോട് ഞാൻ വാക്ക് പാലിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എത്ര ഞാൻ ചെയ്യുകയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നില്ലെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാതിരിക്കുന്നതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എൻ്റെ മോളെ, അത് ഒട്ടും ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞ് നീ വേഗം കുമ്പസാരക്കൂട്ടിലേക്ക് പോവാ, അത് കഴിഞ്ഞിട്ട് ഇനി നിന്നോട് ഞാൻ സംസാരിക്കുന്നുള്ളതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ പള്ളിക്കകത്ത് കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ വേഗം ഉറാലിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി. എന്നിട്ട് അച്ഛൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. ഞാനെല്ലാം സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. എനിക്കറിയാവുന്ന സർവ്വ തെറ്റുകളും ഞാൻ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ഉൾപ്പെടെ എല്ലാം ഞാൻ മണിക്കൂറുകളെടുത്ത് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. ഈ കുമ്പസാരിക്കുന്ന സമയത്ത് 2 സൈഡിലും, ഇടത് സൈഡിലും വലത് സൈഡിലും ആളുകളുടെ നീണ്ട ക്യൂ വരും. ആ സമയത്ത് അച്ഛൻ എഴുന്നേറ്റ് അവരോട് പറയും, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി കുമ്പസാരിക്കുക, ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. അപ്പം മനുഷ്യരെല്ലാം എൻ്റെ നേരെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നുമുണ്ട്. അങ്ങനെ മണിക്കൂറുകളെടുത്ത് ഞാൻ കുമ്പസാരം കഴിഞ്ഞു. കുമ്പസാരക്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഒരു കാര്യം ചെയ്യണം, ഇവിടുത്തെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും നീ സമ്മതിക്കണം. പനക്കിലച്ചനോട് അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് സംസാരിക്കുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കടന്നുപോയി. കുമ്പസാരത്തിന് ശേഷവും ചില സംശയങ്ങൾ പിന്തുടർന്നു. പൂർണ്ണതയ്ക്കായി വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ ആരംഭിച്ചു. പരാജയമായിരുന്നു ഫലം. ചില സമയങ്ങളിൽ മാനഹാനിയും. അതിനിടയിലെ വചനവിരുന്നിലാണ് നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ കർത്താവിങ്കൽ തൻ്റെ ബുദ്ധിയും കഴിവും സാധ്യതകളുമെല്ലാം പരിപൂർണമായി അടിയറവ് വെച്ചു. ആ സമർപ്പണം ആനന്ദക്കണ്ണുനീരായി. സന്തോഷത്തിൻ്റെ പാരമ്യം കണ്ണുനീരാണെന്ന ബോധ്യത്തോടെ. രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നപ്പോൾ പനക്കിലച്ചനോട് എനിക്ക് അതിന് മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, ഭയങ്കര സ്നേഹം തോന്നി, ആദരവ് തോന്നി. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കൈകൂപ്പി നിന്നിട്ട് ചോദിച്ചു,
അച്ഛൻ ഞാൻ പോവുകയാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, നീ തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു വരും. വരുന്നത് ഞാൻ തന്നെ ആയിരിക്കില്ല, എൻ്റെ ഇടവകയിലുള്ള വേദനിക്കുന്ന ആളുകളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം അതുപോലെ തന്നെ സുപ്പീരിയർ അച്ഛൻ്റെ അടുത്ത് ഞാൻ യാത്ര പറഞ്ഞു പോയി. പിറ്റേ ആഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചകളിലും 2-3 ജീപ്പിന് കൊള്ളുന്ന ആളുകളെയും കൊണ്ട് ഞാൻ പോട്ടാശ്രമത്തിലേക്ക് വരുമായിരുന്നു. പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ പൈസ എനിക്ക് ബാങ്കിലുണ്ട്, ഞാൻ ആ പൈസ എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ അവരെ കൂട്ടി ഞാനിങ്ങനെ വരാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്ത് ധ്യാനിപ്പിക്കാനായി പറഞ്ഞു വിട്ട ഒരു മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം മദ്യപിക്കുന്നത് ഞാൻ കണ്ടു. അതെനിക്ക് വല്ലാത്ത വേദന തോന്നി. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ, ഈശോ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മദ്യപിച്ചത്? കർത്താവിനെ കണ്ടെത്തിയിട്ടും കർത്താവ് ഈ കൃപ കൊടുത്തിട്ടും പിന്നെ അദ്ദേഹം മദ്യപിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അപ്പം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു ചിന്ത അന്ന് എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടവകയിൽ ഞാൻ ഇങ്ങനെ രൂപപ്പെടുത്താൻ ആഗ്രഹിച്ചു. അന്ന് എന്നോട് ചേർന്ന് നിന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന 1-2 പെൺകുട്ടികളും കുടുംബിനികളായിട്ടുള്ള, അന്ന് ധ്യാനിപ്പിച്ചിട്ടൊക്കെ തിരിച്ച് ഞാൻ നല്ല സ്നേഹമുള്ള, ഞങ്ങൾ ഒന്നിച്ച് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അങ്ങനെ 2-3 സ്ത്രീകളെയൊക്കെ കൂടി ഏകദേശം ഒരു 10-12 പേരോളം ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഞങ്ങൾ ദേവാലയത്തിൽ വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ കരിസ്മാറ്റിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മകളോ എന്നൊന്നും അന്ന് ആളുകൾക്കൊന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒട്ടും അത് കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്ന സമയം ചുമ്മാ കളയുന്ന, വേസ്റ്റായിട്ട് കളയുന്ന, ഇവർക്ക് തൊഴിലില്ലാത്ത എന്തോ അങ്ങനെയുള്ളൊരു കാര്യമായിട്ടൊക്കെ ചേട്ടന്മാർ കണ്ടിരുന്നത്. അപ്പോൾ അധികാരികളുടെയൊക്കെ അനുവാദത്തോടു കൂടിയൊക്കെ അവർ ഞങ്ങളെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്കൊന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്താണ് ഒരു വഴി? ഞാൻ ഈ ജോലിക്ക് പോകുന്നൊരു സമയത്ത് ഒരു ദിവസം എന്നെ പഠിപ്പിച്ച ഒരു പ്രായമുള്ള ഒരു സിസ്റ്റർ ലൂസീന സിസ്റ്റർ CMC സിസ്റ്ററായിരുന്നു. സിസ്റ്ററിനെ കാണാനായിട്ട് ഇടവന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് എൻ്റെ ഈ കുറച്ച് ദൈവാനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഇതൊക്കെ അമ്മ ത്രേസ്യ പറയുന്ന പോലെ ഉണ്ടല്ലോ മോള് പറയുന്നത്. ഞാൻ ചോദിച്ചു, ആരാണ് അമ്മ ത്രേസ്യ? അങ്ങനെ അമ്മ ത്രേസ്യയെക്കുറിച്ച് എനിക്ക് വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ച് ലൂസിനാമയാണ് ആദ്യം എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് വിശുദ്ധയെ പരിചയപ്പെടാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ലൂസിനാമ എനിക്ക് ലൈബ്രറിയിൽ നിന്ന് ആഭ്യന്തര കർമ്മ്യം എന്നൊരു പുസ്തകമാണ് എനിക്ക് എടുത്തു തരുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് വായിക്കുമ്പോഴെല്ലാം അത് കയ്യിൽ നിന്ന് വയ്ക്കാതെ ഞാനത് ആർത്തിയോടെ എന്ന പോലെ വായിച്ചു. കുറേയെല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അങ്ങനെ ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അമ്മ ത്രേസ്യ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്. രാവിലെ പ്രഭാതത്തിൽ മണിയടിക്കുമ്പോൾ പ്രകൃതി ഉണരുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റേഴ്സ് മഠത്തിൽ നിന്ന് ഉണർന്ന് ആ ദേവാലയത്തിലേക്ക് വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതിപ്പുകൾ ആകാശം കീറി മുറിച്ച് ദൈവതിരുസന്നിധിയിലേക്ക് കടന്നു പോകുന്നത് ഞാൻ കാണുന്നു. അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം സദാ നമ്മുടെ ആശ്രമത്തിലേക്ക് കടന്നു വരുന്നു. എന്നെ ഇത് വല്ലാതെ ആനന്ദിപ്പിക്കുന്നു എന്നാണ് അമ്മ ത്രേസ്യ പറഞ്ഞത്. എനിക്കത് എൻ്റെ മനസ്സിനെ അത് ആഴത്തിൽ കൊണ്ടു. ഞാൻ ഓർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പോരാ, അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ആ കൃപാ കടാക്ഷം സർവ്വസമയവും ലഭിക്കുന്ന ഒരു ഇടം അങ്ങനെ ഉണ്ടായി. അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ദാഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മദർ ഇങ്ങനെ ഞങ്ങളെ ഒരിടവകയിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ ഇടവകയിൽ നിന്ന് ഇങ്ങനെ ആളുകളെയൊക്കെ ആദ്യം മദർ ധ്യാനം കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു, അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും ഓർത്തു, നമുക്കും ഒരു ദിവസം ഒന്ന് പോയാലോ പോട്ടാശ്രമത്തിൽ ധ്യാനത്തിന് പോയാലോ എന്ന് ഓർത്തു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം 1 ഡേ സെമിനാറിന് പോയി. അത് കൂടി കഴിഞ്ഞപ്പം ഒരാഴ്ചത്തെ ധ്യാനം കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അവിടെ പോകാനായിട്ട് ഒരു അവസരമില്ലായിരുന്നു. അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പം ഒരു വിധത്തിൽ ആ ധ്യാനത്തിന് അന്ന് ഒരു ഓണക്കാലം ആയതുകൊണ്ട്, വെക്കേഷൻ കാലം ആയതുകൊണ്ട്
ഒത്തിരി തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞു, അവിടുത്തെ ബ്രദേഴ്സൊക്കെ പറഞ്ഞു തിരിച്ചു പോക്കോളാം. എന്നിട്ട് ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ധ്യാനം കൂടിയിട്ട് വേണം തിരിച്ചു പോകാൻ. എന്നിട്ട് അവസാനം കിടക്കാൻ സ്ഥലം അങ്ങനെയൊന്നുമില്ലായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ കുറേ പേരുണ്ട്. എന്നിട്ട് ആ ബ്രദർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സീറ്റ് തരാമെന്നും പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഒരു വരാന്തയിലാണ് ഞങ്ങൾക്ക് അന്ന് കിടക്കാൻ കിട്ടിയത്. ഒരു സൗകര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കിടന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞ് കൗൺസിലിംഗ് ചെയ്യുന്ന കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ആരാ ഉള്ളതെന്ന് വെച്ചാൽ ലീഡറിനെ കാണണം, കണ്ട് സംസാരിക്കേണ്ട, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് മദറുമായിട്ട് ഇടവകയിലുള്ള ഇപ്പോൾ സാറിൻ്റെ മോളായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, മദറിനെ അറിയാം. ഞങ്ങൾ പരസ്പരം സംസാരിക്കുക ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാത്രം, ആളെ അറിയാം, ആ കുടുംബത്തെ എല്ലാം അറിയാം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മദറിനെ ചെന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ചെന്ന് കണ്ടു. അന്നേരം ഗ്രൂപ്പിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഗ്രൂപ്പിൽ ചെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു നമ്മുടെ ഇടവകയിൽ ധ്യാനം നടന്നപ്പോൾ ആ ഒരു പ്രത്യേക ഒരു 4 പേര് കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ അംഗമായി. അങ്ങനെ പിന്നെ ആ ഗ്രൂപ്പ് വളർന്നു. പിന്നെ അത് ആദ്യം ഇടവകയിൽ വെച്ചായിരുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് പിന്നെ മദറിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് മർത്താമയും മറ്റേ സിസ്റ്ററിൻ്റെ വീട്, അൽഫോൻസ് സിസ്റ്ററിൻ്റെ വീട് പങ്കുമില്ല. അപ്പോൾ അവിടെ നിന്ന് വരും. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഇടവകയെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ മദറിൻ്റെ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ, നല്ല മർത്താമ്മയുടെ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം, അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇടവകയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരുങ്ങി ഞങ്ങൾ 3 ദിവസത്തെ, അപ്പോൾ ഈശോ ഞങ്ങളോട് പറഞ്ഞിങ്ങനെ 3 ദിവസത്തെ ഉപവാസം എടുത്ത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മദറിന് കല്യാണമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം മദർ പറഞ്ഞു എനിക്ക് അതിന് ആഗ്രഹമില്ല, എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എൻ്റെ വിവാഹാലോചനകളൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പം വളരെ പെട്ടെന്ന് തന്നെ എന്നെ വിവാഹം ചെയ്ത് അയക്കണമെന്ന് വീട്ടിൽ തീരുമാനമായി. അതനുസരിച്ച് അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അവസാനം ഞാനിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഞങ്ങൾക്കിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നൽകി. എൻ്റെ ആഗ്രഹത്തെ ദൈവം സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. അപ്പം മാറി താമസിക്കാനുള്ള ഒരു ആഗ്രഹം കർത്താവ് അത് സൈൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അപ്പം ആര് പോകും? ഞങ്ങൾ 8 പേരും അവിവാഹിതരാണ്. 8 പേരിൽ ആരാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ 8 പേരും തയ്യാറുമാണ്. പക്ഷേ ഈശോ ഞങ്ങളുടെ 4 പേരെ തിരഞ്ഞെടുത്ത് പേര് ചൊല്ലിയിട്ട് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇവർ 4 പേരും എനിക്ക് വേണ്ടി സമർപ്പണ ജീവിതം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാറി നിന്ന് മുഴുവൻ സമയം പ്രാർത്ഥിക്കാൻ, മറ്റൊരു വീട്ടിലേക്ക് മാറിക്കൊള്ളാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു രഹസ്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നൽകി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇനി വിവാഹം ആലോചിച്ചുകൊണ്ട് വന്ന് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണ്ട എന്നുള്ള വിവരം ഞാൻ വീട്ടിൽ പറഞ്ഞു. എനിക്കിനി കല്യാണം ആലോചിച്ച് വരരുത്, ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചാച്ചനും എന്നോട് പറഞ്ഞു, നീ എന്താണിങ്ങനെ പറയുന്നത്? നീ എന്താ ആലോചിച്ചിട്ട് അങ്ങനെ പറയുന്നത്? ജീവിതത്തിൽ നിനക്ക് ഇത്രയും പ്രായമായുള്ളൂ, ഇനി ജീവിതം കിടക്കുകയാണ്, വിവാഹം കഴിക്കാൻ നീ എന്ത് ചെയ്യാൻ പോകുന്നു? മടത്തി പോകാൻ പോകുന്നോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ചാച്ച, ഞാൻ ഈ ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മുഴുവൻ സമയം പ്രാർത്ഥിക്കാൻ എനിക്കൊരു വീട് വേണം. ഞങ്ങൾ 4 പേര് അങ്ങോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. ആദ്യം കുറേ നാളത്തേക്ക് അത് അച്ഛന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നറിഞ്ഞാൽ പിന്നെ അതിനെ പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റിയാണെന്ന് ഈ അച്ഛനറിയാം. അതുകൊണ്ട് വീണ്ടും എന്നോട് ചോദിച്ചു, നിന്റെ തീരുമാനം ഉറപ്പുള്ളതാണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഇനി അതിനെക്കുറിച്ച് മുൻപും പിൻപും ഒന്നും ചിന്തിക്കുന്നില്ല. ഈശോയുടെ സന്നിധിയിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക. എനിക്ക് വിവാഹം ഇനി ആലോചിക്കരുത്. എനിക്ക് സ്ത്രീധനം കൊടുക്കാനായിട്ട് ചാച്ചൻ വെച്ചിരിക്കുന്ന പൈസ കുറച്ചെടുത്ത് എനിക്കൊരു വീടും സ്ഥലവും വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. മദറിൻ്റെ സാറിനോട് ഇങ്ങനെ വിവരം പറഞ്ഞപ്പം പറഞ്ഞു അതിന് കുഴപ്പമില്ല, ഞാനിനി വിവാഹം കഴിക്കുന്നില്ല ചാച്ച, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയെന്ന് മദർ പറഞ്ഞു. അപ്പോൾ ചാച്ചനത് സമ്മതിച്ചു. സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ മദറിന് ഇങ്ങനെ ചാച്ചനിങ്ങനെ പറഞ്ഞു, ഇസഹാക്കിന് പെണ്ണ് കാണാനായിട്ട് ഭൃത്യൻ പോയതുപോലെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ എവിടെ ചെന്ന് വണ്ടി ഇറങ്ങുന്നുവോ അവിടെ ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ ആരോടും ചോദിക്കുകയില്ല, അവരെന്നോടും ഒന്ന് ചോദിക്കണം, എന്താ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിവരം പറയും.
അന്നേരം അയാൾ കാണിച്ചു തരുന്ന വീട് ഞാൻ മേടിച്ചു തരാമെന്ന്. അങ്ങനെ കർത്താവിനോട് വാക്ക് പറഞ്ഞുകൊണ്ടാ പോയെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് മില്ലുംപടി അമ്പലപ്പടിയിൽ ഇറങ്ങി 200 ഏക്കറിൽ മുന്നോട്ട് നടന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനിങ്ങനെ ചോദിച്ചു. അന്നേരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ട് ആ വീട് മേടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നു. ഏപ്രിൽ 1-ാം തീയതി രാവിലെ, ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഒരു വിശേഷ ദിവസമാണ് എന്നെ സംബന്ധിച്ച്. കാരണം അന്നാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്, എൻ്റെ ജന്മദിനം. അന്ന് ചാച്ചൻ രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ വീട് സ്ഥലവും നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് അതിൻ്റെ വീടിൻ്റെ താക്കോലും ആധാരവും എല്ലാം കൂടി എടുത്തു തന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു താക്കോല് തന്നിട്ട് ഒരു താക്കോല് സിസ്റ്റർ മാർത്തയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവളെന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു താക്കോല് നിങ്ങൾക്ക് ഞാൻ തരുകയാണെന്ന് പറഞ്ഞ് അവർക്കും ഒരു താക്കോല് കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് തുല്യമായിട്ട് ആ വീട് സ്ഥലവും ചാച്ചനെ എഴുതി തന്നു. തലേ ദിവസം ഈ വീട്ടിലോട്ട് വരുന്ന മദറിൻ്റെ ആങ്ങളെ, ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ച്, മദറിൻ്റെയൊക്കെ അയൽപക്കത്തുള്ള ഒരു കൊച്ചും കൂടെ വന്നു. രാവിലെ അപ്പോൾ ചാച്ചനും അമ്മച്ചി എല്ലാ കാര്യങ്ങളും വന്ന് ചെയ്ത് എല്ലാ കാര്യവും ചെയ്തു. അത് കഴിഞ്ഞ് ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. മദറും മർത്താമ്മയും കൂടെ രാവിലെ വന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെന്ന്, അപ്പോൾ ഞങ്ങൾ രാവിലെ തലേദിവസം മദറിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് പോരാൻ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം മദറും ഭർത്താമ്മയും ഇങ്ങ് പോന്നു. ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോയി, മറ്റേ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടും പോയി. പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ദൂരെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുവാണ്, എൻ്റെ കാര്യത്തിൽ ആരും ഇങ്ങനെ തടസ്സം പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കും. അമ്മച്ചി ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു, കല്യാണം കഴിച്ച് വീട്ടിലെ ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പോവുകയാണ്, എനിക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിക്കുന്നുള്ളൂ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, അങ്ങനെ ജീവിക്കാൻ പോകുന്നു. അന്നേരത്തേക്കും ഭയങ്കര പ്രശ്നമായി വീട്ടിൽ. അന്നേരത്തേനും തലേദിവസം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഇറങ്ങി പോരുമെന്നുള്ള കാര്യം. അപ്പോൾ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോരാനുള്ള സാധനങ്ങളൊക്കെ, ഡ്രസ്സൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ചു. അന്ന് ഞാൻ സാരിയായിരുന്നു ഉടുക്കുന്നത്. എന്നിട്ട് സാരിയൊക്കെ എടുത്തൊക്കെ വെച്ചു. ബാഗിനകത്ത് പഴയൊരു ബാഗിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പുതയ്ക്കാൻ പുതപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, എൻ്റെ വാച്ചൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. കയ്യിലൊന്നും കെട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാലും അവർ ചിന്തിച്ചില്ല ഞാൻ അങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങി പോരുമെന്ന്. വീട്ടിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കുന്ന വ്യക്തിയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോരുമെന്ന് ചിന്തിക്കാതിരുന്നുകൊണ്ട് അമ്മച്ചിയും ചാച്ചനും ഒക്കെ കടയിൽ പോയി. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ച സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അനുജത്തിമാർ ഇതെല്ലാം മാറ്റി. രണ്ടാമത്തെ അനുജത്തി ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ പോകുന്നതിന് അവൾക്ക് ഒട്ടും താല്പര്യമില്ല. അന്നേരം അവൾ അതൊക്കെ എടുത്ത് മാറ്റി, വാച്ച്, പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ബാഗിനകത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ അതിനകത്തൊന്നുമില്ല. ബാഗും ഒക്കെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ സാഹചര്യം ഒരുങ്ങി നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ചേച്ചിമാരൊക്കെ പോയി. പോകുന്നവർക്ക് ഒരു ചിന്തയില്ലായിരുന്നു ഇറങ്ങി പോരുമെന്ന്. എന്നിട്ട് അപ്പം ഞങ്ങളുടെ അതിൽ അവിടെ ഒരു ബസ്സുണ്ട് കേട്ടോ, ഈ അടിമാലിക്കുള്ളൊരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് വരുന്ന സമയം ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ചാച്ചനും അമ്മച്ചിയൊക്കെ കടയിൽ പോയി. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഞാൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരാന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു സാഹചര്യം ഒരുക്കി. ആ സമയത്ത് ഞാൻ വേഗം ഒരു സാരി എടുത്ത് ഉടുത്തു. ആരും ഇല്ലാത്ത സമയം നോക്കി സാരി എടുത്ത് ഉടുത്തു, പഴയൊരു സാരി. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അഴയെ കിടന്ന ഒരു ഡ്രസ്സ് എടുത്ത് ബാഗിനകത്ത് വെച്ചു. വേഗം ഇറങ്ങി പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പുറകോട്ടൊന്നും തിരിഞ്ഞു നോക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ധൈര്യപൂർവ്വം ഞാൻ ഇറങ്ങി പോന്നു. ഇപ്പോഴെനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ അങ്ങനെ ഇറങ്ങി പോകുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇറങ്ങി പോന്നു. വേഗം വന്ന് ബസ്സിൽ കയറി പോന്ന് ഞങ്ങളെ ഹൗസിലേക്ക് ഞാൻ വന്നു. അപ്പം ഞങ്ങൾ 4 ചെറുപ്പക്കാരായോ. അപ്പം നമുക്ക് വന്നപ്പോൾ ഒരു കൊച്ചു വീട്, അവിടെ യാതൊരു സൗകര്യങ്ങളോ വെള്ളമോ ഒന്നുമില്ല. അടുത്തൊരു വീട്ടിൽ ചെന്നിട്ട് വേണം വെള്ളം കൊണ്ടുവരാനും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ അടുത്ത് വീട്ടിൽ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ആദ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക്
കിടക്കാൻ ഒരു സംഗതിയില്ല, ഒന്നുമില്ല. അപ്പോൾ എന്നാ ചെയ്യാൻ, എന്നാ വന്നാലും വേണ്ടില്ല ഈ ജീവിതം ഈശോയ്ക്ക്, അപ്പോൾ എന്ത് സഹിക്കാനും തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. എന്നിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞാനും അൽഫോൻസ സിസ്റ്ററും കൂടി എൻ്റെ അപ്പം ഒത്തിരി എതിർപ്പില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ആദ്യ കാലങ്ങളൊക്കെ ഞങ്ങൾ പോയി ചാക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ വേറൊന്നുമില്ല. മർത്താ സിസ്റ്ററിന് വയ്യ. ആദ്യമൊക്കെ ഞങ്ങൾ ആ ചാക്ക് വിരിച്ചിട്ട് ഞങ്ങൾ 4 പേരൂടെ അവിടെ കിടന്നു. ഒരു കുഞ്ഞു വീട്, ഈ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഒരു വീട്. കഥകൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു സേഫ് അല്ലായിരുന്നു നമുക്ക്. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് ജ്വലിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു കാട്ടിനകത്ത് മുഴുത്ത പാമ്പുകളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അങ്ങനെ അന്നേരം ഞങ്ങൾ പറഞ്ഞു, തന്നെ കിടക്കുന്നെങ്കിൽ നമുക്ക് പേടിയാവൂലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മൂത്ത കൊച്ച്, അവനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ പറഞ്ഞാൽ ഞാൻ വരാൻ കൂട്ട് കിടക്കാമെന്ന്. അപ്പോൾ അവനും വന്ന് ഞങ്ങൾക്ക് കൂട്ട് കിടക്കും. പക്ഷെ കൊച്ചു കൂട്ട് കിടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ പാമ്പ് ഒക്കെ ഇറങ്ങി പോകില്ലല്ലോ. അപ്പോൾ അവൻ വന്ന് കൂട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വികാരിച്ചനറിഞ്ഞു അവിടെ ആണുങ്ങൾ കിടപ്പുണ്ടെന്ന്, ഇങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കൊച്ചായിരുന്നു, അച്ഛൻ അറിയത്തില്ലായിരുന്നു, ആരാണ്ടേന്ന് പറഞ്ഞാൽ. അത് പിന്നെ അവൻ വരാതെയായി. പക്ഷെ ഞങ്ങൾ അവിടെ താമസിച്ചു. ഞങ്ങൾ ആഘോഷമായിട്ട് സ്തുതിപ്പ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളവിടെ ആഘോഷമായിട്ട് സ്തുതിപ്പും പ്രാർത്ഥനയും ധ്യാനവും പഠനവും ആയിട്ട് ഞങ്ങളവിടെ കഴിഞ്ഞുകൂടി. വാസ്തവത്തിൽ അതൊരു പാമ്പും കൂടെ ഉള്ള ഒരു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥലമാണ്, വീടായിരുന്നു. കാരണം ഈ വിജനമായിട്ട് കിടക്കുന്നതുകൊണ്ട്, കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടും ആയിരുന്നിരിക്കാം എപ്പോഴും അവിടെ പാമ്പിനെ കാണാമായിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ഒരു സംരക്ഷണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അവിടെ പ്രാഥമികമായ ഒരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ വീടിന്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു വീടായിരുന്നു. അപ്പം ഞങ്ങൾ അത്താഴം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വാതിലെ ചെന്ന് പിടിക്കുക. പെട്ടെന്ന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നടുങ്ങി പുറകോട്ട് മാറി. എന്നാ കർത്താവേ വാതിൽ തുറക്കരുതെന്ന്? അതെ, പുറത്തൊരു പാമ്പ് കിടപ്പുണ്ട്, നിങ്ങൾ കയറി ചവിട്ടും, വിഷമുള്ള പാമ്പാച്ച കടിക്കുമെന്ന് പറഞ്ഞു. ടോർച്ച് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് വടിയൊക്കെ പിടിച്ച് ജാഗരൂകരായി വാതിൽ തുറന്നപ്പോൾ ശരിയായിരുന്നു. ഞങ്ങളുടെ കാലെടുത്ത് വയ്ക്കുന്ന പാമ്പിൻ്റെ പുറത്തേക്കേ വരുള്ളായിരുന്നു. അങ്ങനെ ഒരു പാമ്പ് കിടന്നു. അതിന് ഞങ്ങൾ അടിച്ചു കൊന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നീട് ബാക്കിയുള്ള ചെയ്തത്. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഈ പാമ്പുകളിൽ നിന്ന് കർത്താവ് ഇവിടെ പാമ്പ് കിടപ്പുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. മാത്രം ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും ആദ്യ നാളുകളിൽ, മറ്റേ സിസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ്. അപ്പം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം കഞ്ഞിയൊക്കെ ആണെങ്കിൽ അരി അടപ്പത്തിട്ടിട്ട് പോകും. പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ അതിൻ്റെ കാര്യമൊന്നും ഓർക്കില്ല. അപ്പം ഇന്നലെ അരി വെന്ത് കഴിയുമ്പോൾ ഈശോ പറയും, നിങ്ങൾ വേഗം ചെന്ന് അരി വാർക്കാൻ പറയും, കഞ്ഞി വാർക്കുക വെന്തു എന്ന് പറയും. അങ്ങനെയായിരുന്നു. അതുപോലെ അപ്പം എന്ത് സാധനം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു കുറച്ച് കിട്ടുമെങ്കിൽ ആരൊക്കെ വന്നാലും അവർക്കെല്ലാം അത് ആദ്യ നാൾ മുതൽ ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് 4 ദിവസമൊക്കെ ഒത്തിരി തടസ്സങ്ങൾ വന്നു. അപ്പം ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വഴി അടച്ചിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ തീരുമാനിച്ചു, അപ്പോൾ ആ വഴി അടച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ബസ്സിലൂടെ പിറ്റേ ദിവസം പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ ആ വഴി അടച്ചിരിക്കും. അങ്ങനെ എല്ലാ വഴികളും അടച്ച് നമുക്ക് അവിടെ ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാതാവിൻ്റെ മുന്നിൽ നിന്നു, ജപമാല പിടിച്ച് നിന്ന്. ഇതിന് ഉത്തരം കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുക അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയ്യും പിടിച്ച് നിന്ന് 3 ജപമാല ചൊല്ലിയപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർമാരെ ഇനി വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് റബ്ബർ തോട്ടത്തിൽ കൂടെ വഴി, ഇപ്പം നിങ്ങൾ തൽക്കാലം ഇതിൽ നടന്നോ, നിങ്ങൾക്ക് വേറെ വഴി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് വഴിക്കുള്ള സ്ഥലവും തന്ന് വഴി തിരിച്ചു തന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടെ പ്രാർത്ഥന തുടങ്ങി. അങ്ങ് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്തു വന്നാലും എന്നെ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞതല്ലേ, നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് കളയാലെന്ന് എന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സമർപ്പിതർ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് സിറോ മലബാർ രീതിയിലുള്ള ആരാധനാക്രമം അത് പാലിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതചര്യ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കൂണ് പറിച്ചുകൊണ്ടിരുന്നു, കർത്താവേ സ്വർഗത്തിൽ ഈ അരിക്കൂണിൻ്റെ വിത്ത് മാത്രം ഉള്ളെന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടാണ്, വേറെ കൂണൊന്നും കാണുന്നില്ലല്ലോ.